ചേട്ടാ ഇനി ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടൊരു ചോദ്യമാണ് കേട്ടോ ചോദിക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ ഒരു കോൺടെക്സ്റ്റിൽ ഒരു വീഡിയോ പറഞ്ഞിട്ട് ഞാൻ നല്ല രീതിയിൽ ചീത്തവിളി കേട്ടായിരുന്നു. എങ്കിലും ലൈക്ക് ഇത് ഒരു ജോത്സ്യം അല്ലെ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അതായത് പല വാഹനങ്ങൾക്കും പല ആൾക്കാർക്കും വഴങ്ങാറില്ല എന്ന് പറയുന്നുണ്ട്. അതായത് ചിലർക്ക് ബെൻസ് പറ്റില്ല, ചിലർക്ക് ഓടി പറ്റില്ല, ഇങ്ങനെ പറയുന്ന കേട്ടോ. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇത് ബെൻസിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് പലർക്കും അവരുടെ നക്ഷത്രമായിട്ടൊന്ന് മാച്ച് ആറ്. കാരണം ഈ ബെൻസിൻ്റെ ലോഗോ എന്ന് പറയുന്നത് ഒരു സ്റ്റാർ ആണല്ലോ, ഒരു ട്രൈ സ്റ്റാർ ആണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കും ബെൻസ് വാഴത്തില്ല. ഈ ഒരു വാഹനം പ്രത്യേകിച്ച് മാരുതിയുടെ ഏർട്ടിഗയാണ്. 2,60,000 കിലോമീറ്റർ അദ്ദേഹം ഓടിച്ചിട്ടുണ്ട്, അത് 4 വർഷം കൊണ്ട്. അപ്പം ഇത്രയും തിരക്കുള്ള ഹരിച്ചേട്ടൻ ഇത് ഓടിച്ചു എന്ന് പറയുമ്പോൾ എനിക്കത് വിശ്വസിക്കാണ്ട് സാധിച്ചില്ല. അപ്പം ഇപ്പോൾ ഈ വാഹനം ചിലർ ദൈവമായിട്ട് കാണാറൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട് അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ വാഹനം അവർ ദൈവമായിട്ട് കാണാറുണ്ട്, അവർ ചതിക്കില്ലെന്നുള്ള വിശ്വാസമുണ്ട്. ഈ വാഹനത്തിനൊരു ജീവനുള്ളതായിട്ട് ചേട്ടന് തോന്നിയിട്ടുണ്ടോ? ശരിക്കും നമ്മുടെ എനിക്ക് പറയുമ്പം എനിക്കൊന്ന് വീട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീടിനേക്കാൾ ഏറ്റവും കൂടുതൽ ഞാൻ ചെലവഴിക്കുന്ന ഒരു സ്ഥലം വാഹനമാണ്. ഓക്കെ, ഹരിച്ചേട്ടാ അടുത്തൊരു ചോദ്യം. അതായത് ചേട്ടൻ ഇത്രയും നാൾ ഡ്രൈവ് ചെയ്തിട്ടുണ്ടാവല്ലോ, അപ്പോൾ എപ്പോഴെങ്കിലും നിയമപരം പ്രത്യേകിച്ച് MVD ഒക്കെ എന്തെങ്കിലും ആവശ്യത്തിന് പിടിച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ള എന്തെങ്കിലും രസകരമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അതായത് ഒരിക്കൽ ഈ പേപ്പർ ഭയങ്കര പ്രശ്നമായി. നമസ്കാരം, പത്തനാപുരത്തേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് എൻ്റെ ചാനലല്ല കേട്ടോ, ഇത് റോപ്പ് മൈ ഷോ. ആദ്യമായിട്ടായിരിക്കാം അദ്ദേഹം എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നതാണ്. ഞാനാണ് ആദ്യം ഇൻട്രോ പറയുന്നത്. ഞങ്ങൾ നമ്മളൊരു സ്ഥലത്ത് വെച്ച് പരിചയപ്പെട്ടു. വളരെ നല്ലൊരു വ്യക്തിത്വമാണ്. അപ്പം എൻ്റെ വണ്ടി, എൻ്റെ കാർ, എൻ്റെ എർട്ടിഗ ഓടിയ കിലോമീറ്ററുകൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അതൊരു അത്ഭുതം തോന്നി. അപ്പോൾ അദ്ദേഹം ചോദിച്ചു വണ്ടിയെ പറ്റി ഒരു സ്റ്റോറി കേട്ടേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പിന്നെന്താ, അതിനെന്താ, ആയിക്കോട്ടെ. അങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ വണ്ടി ഇങ്ങനെ ഒരു സ്റ്റോറി വണ്ടിയുടെ കാര്യം ചെയ്യുന്നത്. അപ്പോൾ താങ്കളെ പത്തനാപുരത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ചേട്ടാ. ആദ്യം ഇൻട്രോ പറഞ്ഞതിന് പ്രത്യേകമായിട്ടുള്ള നന്ദി പറയുന്നു. ഇത് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു സംഭവമാണ്. കഴിഞ്ഞ ഇടയ്ക്ക് വെച്ച് ഞാൻ ഹരിച്ചേട്ടനെ കണ്ടപ്പോഴാണ് ഈ ഒരു വാഹനത്തെക്കുറിച്ച് ഞാൻ ചോദിച്ചത്. നമ്മളിപ്പം ഈ ഓട്ടോമൊബൈലിനെ കണ്ടൻസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ പരിചയപ്പെടുന്ന എല്ലാവരോടും നമ്മൾ ചോദിക്കാറുണ്ട് വാഹനങ്ങളുടെ ഇഷ്ടങ്ങളെക്കുറിച്ച്. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാക്കിയത്. ഈ ഒരു വാഹനം പ്രത്യേകിച്ച് മാരുതിയുടെ ഏർട്ടിഗയാണ്. 2,60,000 കിലോമീറ്റർ അദ്ദേഹം ഓടിച്ചിട്ടുണ്ട്, അത് 4 വർഷം കൊണ്ട്. അപ്പം ഇത്രയും തിരക്കുള്ള ഹരിച്ചേട്ടൻ ഇത് ഓടിച്ചു എന്ന് പറയുമ്പോൾ എനിക്കത് വിശ്വസിക്കാണ്ട് സാധിച്ചില്ല. അപ്പം ഈ ഇടയ്ക്കൊന്നും 4 വർഷം എന്നുള്ളത് പറയുമ്പോൾ 2019 ഈ വണ്ടി എടുക്കുന്നത്. 20, 21, 22 കോവിഡ് പോയിട്ടുണ്ട്. പിന്നെ 23, 24 വന്നിട്ടുള്ളൂ. അപ്പം അത്രയും ഒരു ഈ 2019 എടുത്ത വണ്ടിക്ക് ഇടയ്ക്ക് കുറച്ച് കാലം നമ്മൾ ഓടാതിരുന്നിട്ടുണ്ട്. ഇതിന് മെയിൻ ആയിട്ടൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ മാരുതി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിനെ സംബന്ധിച്ചാണ് പറയുന്നത്. കാരണം പലരും മാരുതിയെ അത്രയും ഡൗൺഗ്രേഡ് അല്ലെ ഡീഗ്രേഡ് ചെയ്യുന്ന സമയത്തും ഏറ്റവും റിലയബിൾ ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു വാഹനമായിട്ടാണ് നമ്മൾ പൊതുവെ എല്ലാവരും പറയുന്നത്. പക്ഷേ ഇപ്പം നമുക്ക് മാർക്കറ്റിങ്ങിന്റെ കോമ്പറ്റീഷൻ കാരണം, ഒരു സേഫ്റ്റിയുടെ ഇഷ്യൂ കാരണം മാരുതി കൊള്ളത്തില്ല, പപ്പടമാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം മാരുതിയുടെ ഒരു യൂസർ എന്ന നിലയിലും ഇത്ര വർഷം ഓടിച്ച ഈ ഒരു വാഹനം, ഇത്രയും കിലോമീറ്റർ ഓടിച്ച വാഹനത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലോട്ട് കവർ ചെയ്യുന്നത്. സോ അഗെയിൻ വെൽക്കം ടു റോപ്പ് മൈ ഷോ. അപ്പം ചേട്ടാ, അപ്പം ഈ ഒരു 4 വർഷം കൊണ്ട് നിലം തൊടാതെ മൂട്ടിൽ തീ പിടിച്ച പോലെ ഓടിയിട്ടുണ്ടായിരിക്കില്ല, അങ്ങനല്ലേ? 19, 23, 24 ഓക്കെ, ശരിക്കും 3-3.5 വർഷം കൂട്ടിയാൽ മതി. ഞാൻ അതിന് മുമ്പ് മാരുതിയെ പറ്റി പറഞ്ഞിട്ട് പറയാം. ശരിക്കും പറഞ്ഞാൽ മാരുതി നമുക്കൊരു അവരുടെ ഒരു നല്ല കസ്റ്റമർ എന്നുള്ള നിലയിൽ അംഗീകരിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യം സ്വന്തമാക്കുന്നത് യമഹ ഫേസർ എന്ന വണ്ടിയാണ് ഞാൻ വാങ്ങുന്നത്. അതിന് മുമ്പ് എനിക്ക് സുസുക്കിയുടെ ഒരു വണ്ടി ഉണ്ടായിരുന്നു, പക്ഷെ അത് ഞാൻ കുറച്ച് കാലം ഉപയോഗിച്ചുള്ളത് സെക്കൻഡ് ഹാൻഡ് വണ്ടിയായിരുന്നു. പുതിയ വണ്ടി ഞാൻ ആദ്യമായി സ്വന്തമാക്കിയത് യമഹ ഫേസർ എന്ന് പറയുന്ന വണ്ടിയാണ്. അതിനുശേഷം പിന്നീട് ഞാൻ വാങ്ങിയത് ഒരു നമ്മുടെ പഴയ 800 ആണ്, വൈറ്റ് 800 സെക്കൻഡ് ഹാൻഡ്. അതും ഞാൻ പറഞ്ഞില്ല, കുറേശ്ശെ പൈസ ഉണ്ടാക്കി വെച്ചിട്ട് അത് സെക്കൻഡ് ഹാൻഡ് ആയിട്ട് പുതുവല്ലുള്ളൊരു പ്രായമുള്ളൊരു അച്ഛൻ, അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങളെ പോലെ പരിലാളിച്ച് വന്നിരുന്ന ഒരു മാരുതി 800 മേടിച്ചു. കുറേ വർഷം ഞാൻ അത് ഉപയോഗിച്ചു. അതിനുശേഷം ഞാൻ പിന്നീട് അത് എക്സ്ചേഞ്ച് ചെയ്തിട്ട് നമ്മുടെ ആൾട്ടോ, ഒരു വൈൻ റെഡ് കളർ ആൾട്ടോ എടുത്തു. അത് കുറേ കാലം ഞാൻ ഉപയോഗിച്ചു. ഇതുപോലെ കിലോമീറ്ററുകൾ ഓടിയിട്ടാണ് ഞാൻ വണ്ടി കൊടുക്കാറുള്ളത് കേട്ടോ. അത് കുറേ കാലം ഉപയോഗിച്ചു. പിന്നീട് ആ വണ്ടി എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഞാനൊരു സ്വിഫ്റ്റ് എടുത്തു, വൈറ്റ് സ്വിഫ്റ്റ്, സാധാ സ്വിഫ്റ്റ്. അത് ഒരുപാട് കാലം ഉപയോഗിച്ച് ഒരുപാട് കിലോമീറ്റർ ഓടി. അതിനുശേഷമാണ് ഇപ്പോൾ എർട്ടിഗ എടുത്തത്. എനിക്ക് മാരുതിയെ പറ്റി ഇപ്പം അങ്ങ് പറഞ്ഞതുപോലെ പലതും പറയുന്നുണ്ടെങ്കിലും ഞാൻ ശരിക്കും അതിൽ എൻ്റെ ഒരു അനുഭവം ചിലവ് കുറഞ്ഞ് എന്നുള്ളൊരു കാര്യമാണ്. നമുക്ക് ഏത് പെട്ടിക്കടയിലാണെങ്കിലും കയറ്റിയിട്ട് ഇത് പണിയാൻ വേണ്ടി പറ്റും, എവിടെ ചെന്നാലും പറ്റും. പിന്നെ സർവീസ് കോസ്റ്റ് ഭയങ്കര കുറവാണ്, മെയിൻ്റനൻസ് കുറവാണ്. ഒരുപാട് പൈസയൊന്നും നമുക്ക് വർക്ക്ഷോപ്പിൽ, ഞാൻ അങ്ങനെ അമിത പൈസയൊന്നും വർക്ക്ഷോപ്പിൽ ഇതുവരെ ചിലവാക്കിയിട്ടില്ല. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഇതുവരെ എനിക്ക് ഗുരുതരമായ ഇത്രയും കാലം, അത് മാരുതിയുടെ ഗുണമാണ്, എൻ്റെ ഡ്രൈവിങ്ങിൻ്റെ ഗുണമാവാം, ഇത്രയും കാലം ഒരു ഗൗരവമുള്ളൊരു അപകടം എന്നൊരു സാധനം എൻ്റെ ജീവിതത്തിൽ വണ്ടിയിൽ ഉണ്ടായിട്ടില്ല. ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഒരുപാട് വന്നിട്ടും അതുണ്ടായിട്ടില്ല. പിന്നെ അതിലേറ്റവും രസം എന്ന് വെച്ചാൽ ഞാൻ ഈ വണ്ടി അങ്ങനെ കഴിവതും
മറ്റൊരാൾക്കും കൈമാറിയിട്ട് കൊടുത്തിട്ടില്ല. ഞാൻ തന്നെയാണ് ഓടിക്കുന്നത്. ഇനിയിപ്പം എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഡ്രൈവിംഗ് അറിയാവുന്ന അല്ലെങ്കിൽ ഡ്രൈവർമാരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലും ഞാനാണ് ഓടിക്കാറുള്ളത്. കാരണം ഞാനേ ഓടിക്കും. എനിക്ക് വേറെ ആരും ഓടിക്കുന്നത് എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല. എനിക്ക് പേടിയാണ്. എത്ര ദൂരം ഞാൻ ബാംഗ്ലൂരൊക്കെ ഓടിച്ചു പോയിട്ടുണ്ട്. അപ്പൊ ഈ വണ്ടി ഈ കുറഞ്ഞ കാലാവധി കൊണ്ട് ഇത്ര കിലോമീറ്റർ ഓടിയല്ലോ. സാറിന് ഞാനൊരു 9 വർഷം കൊണ്ട് വണ്ടി ഓടിച്ചിട്ട് 1,13,000 ആയുള്ളൂ. ഹരിച്ചേട്ടൻ എന്തുമാത്രം യാത്രകൾ ചെയ്തിട്ടായിരിക്കും? ഞാൻ ഒരുപാട് യാത്ര ചെയ്യും, ധാരാളം യാത്ര ചെയ്യും. കേരളത്തിനകത്താണ് ഒരുപാട് ഈ പ്രോഗ്രാംസിനൊക്കെ വിളിക്കുമ്പോഴൊക്കെ ഞാൻ ഈ വണ്ടിയിലാണ് പോകുന്നത്. ഒന്നാമത് ഡീസൽ വണ്ടിയാണ്, കുറച്ച് അടിച്ചാൽ മതി. എനിക്ക് തോന്നുന്നു ഒരു 1,500 രൂപയ്ക്ക് ഡീസൽ അടിച്ചാൽ കൊച്ചി പോയിട്ട് വന്നിട്ട് ഇവിടെ കിടന്നൊരു 10 റൗണ്ട് ഓടുകയും ചെയ്യാം ലോക്കലി. അങ്ങനത്തെ ഒരു നല്ല മൈലേജ് ഉള്ള ഒരു വണ്ടിയാണ്. പിന്നെ ഞാൻ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. ഞാൻ കൃത്യമായിട്ട് വർക്ക്ഷോപ്പുകളിൽ ഒരാവശ്യമില്ലെങ്കിലും മാസത്തിൽ ഒരു ദിവസം ഞാൻ അടൂര് പറക്കോട് നമ്മുടെ ഒരു സ്ഥലത്ത്, പറക്കോടല്ല കൂട്ടമുകൾ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അജിത്ത് എന്ന് പറഞ്ഞ തൃശ്ശൂരുള്ള ആളാണ്. അദ്ദേഹം അവിടെ വർക്ക്ഷോപ്പ് നടന്നത്. അദ്ദേഹം മാത്രമേ ഇത് പുറത്ത് പണിഞ്ഞിട്ടുള്ളൂ. ഞാൻ എവിടെ വെച്ച് കേടായാലും ഞാൻ പുള്ളിയെ ഉടനെ ഫോൺ ചെയ്യും. അപ്പോൾ പുള്ളി അടുത്ത വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ട് ഇന്ന പ്രശ്നമൊന്നും പുള്ളി തന്നെ ഫോണിൽ കൂടെ പറഞ്ഞു കൊടുത്തിട്ട്, പുള്ളി ശരിക്കും പറഞ്ഞാൽ ചില കുടുംബ ഡോക്ടറെ പോലാണ്. ഈ വണ്ടിയുടെ ആള് എവിടെ പോയാലും പ്രശ്നം വന്നാൽ ഞാൻ പുള്ളിയാണ് വിളിക്കുന്നത്. പിന്നെ ഇപ്പം ഇത് പലരും എന്നോട് ഇത് എക്സ്ചേഞ്ച് ചെയ്യാൻ പറയുന്നുണ്ട്, മാറിയിട്ട് വേറെ പുതിയത് എടുക്കാൻ. പക്ഷെ എന്തോ എനിക്കങ്ങോട്ട് ഒന്നാമത് ഫിനാൻഷ്യലി നമ്മളങ്ങനെ ഇനി ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് അടുത്തൊരു വണ്ടി എടുക്കുന്നതിനോട് എൻ്റെ ഒരു ഫിനാൻഷ്യൽ കണ്ടീഷനും അത്ര നല്ലതല്ലാത്തതുകൊണ്ട് ഒരു പ്രശ്നം കൂടെ ഉണ്ട് കേട്ടോ. അല്ലാതെ ഞാൻ ഇത് തന്നെ യൂസ് ചെയ്യണം അങ്ങനെ ഒരു ഇതിനോട് വലിയ അറ്റാച്ച്മെന്റ് വെച്ചിട്ടുള്ള കാര്യമൊന്നുമല്ല. ഓക്കെ, അതുകൂടെ ഒരു ഭാഗമാണ് അല്ലേ. ചേട്ടാ, എത്രാമത്തെ വയസ്സിലാണ് ഡ്രൈവിംഗ് പഠിക്കുന്നത്? ഡ്രൈവിങ്ങിനോട് ഒരു ക്രൈസ് ഒക്കെ എങ്ങനെയായിരുന്നു? വയസ്സ് ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ ഞാൻ ഒരു ഇറക്കത്തെന്ന് പറഞ്ഞിട്ടൊരു ചേട്ടനുണ്ടായി, ഇപ്പൊ അദ്ദേഹം ഇല്ല. അവിടെ അദ്ദേഹത്തിന്റെ അടുത്താണ് അന്ന് മറ്റേ ഇങ്ങനെ ഗിയർ ഇടുന്ന അംബാസഡറിൽ, ആ കാറിലാണ് പഠിച്ചത്. പിന്നീട് എനിക്ക് അന്ന് റെന്റിന് വണ്ടിയൊക്കെ കൊടുക്കുന്ന സമയം അതൊക്കെ എടുത്തിട്ട് ഓടിച്ച് അങ്ങനെയാണ് പഠിച്ചത്. പഠിച്ചിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല, വണ്ടിയോട് എനിക്ക് അങ്ങനെ ഒരു ക്രേസ് ഇല്ല. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് ഇപ്പൊ ഡിഫൻഡർ എടുത്തു. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും അദ്ദേഹത്തിന് മമ്മൂട്ടിയെ വലിയ ഇഷ്ടമായിരുന്നു. അപ്പൊ ഞാൻ മമ്മൂട്ടിയെ കാണണമെന്ന് പറഞ്ഞ ഒരു ദിവസം ഞാൻ മമ്മൂക്കയെ കാണിക്കാൻ കൊണ്ടുപോയി. ഇപ്പൊ മമ്മൂക്ക ഡിഫൻഡർ എടുത്ത് ഇന്നിങ്ങനെ ഫോട്ടോ ഒക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ എടുക്ക്, നിങ്ങൾ ചിലവൊക്കെ കുറച്ച് പറഞ്ഞ എടുക്കാന്നൊക്കെ പറഞ്ഞപ്പം പുള്ളി ഞാൻ പറഞ്ഞത് പുള്ളി ഗൗരവമായിട്ട് എടുത്തു. ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിലും അങ്ങനെ പുള്ളി ഒരു ഡിഫൻഡർ ബുക്ക് ചെയ്തു. ആ മമ്മൂട്ടി ഉപയോഗിക്കുന്ന അതേ കളറിലുള്ള ഡിഫൻഡർ തന്നെ അദ്ദേഹത്തിന് കിട്ടി. അപ്പോൾ കോയമ്പത്തൂരാണ്. അപ്പോൾ അത് ഞാൻ ചെന്ന് ഇറക്കണമെന്ന് പുള്ളിക്ക് വലിയ നിർബന്ധം. അങ്ങനെ ഞാൻ കോയമ്പത്തൂർ പോയി വണ്ടി ഇറക്കി ഓടിച്ചോണ്ടൊക്കെ വരും. എവിടെയൊക്കെ പാർക്ക് ചെയ്യുമ്പോൾ ആളുകൾ വന്ന് ഇതിൻ്റെ കൂടെ ഒക്കെ നിന്ന് സെൽഫി എടുക്കുന്നുണ്ട്. പക്ഷെ എനിക്കെന്തോ ഒരു വണ്ടിയോട് അങ്ങനെ ഒരു ക്രൈസ് എനിക്കില്ല. വേറെ എൻ്റെ നമ്മുടെ ഒരു ബ്രദർ ചേട്ടന് തുല്യമായിട്ടുള്ള ഒരു ആളുണ്ട്. അദ്ദേഹം മസ്കറ്റിലൊരു വ്യവസായിയാണ്, SP സുരേഷ്. പുള്ളി മറ്റേ ഇതെടുത്തു, റേഞ്ച് റോവർ ഓട്ടോബയോഗ്രഫി. നല്ല വണ്ടിയാണ്, എനിക്ക് 4 കോടി മേളിലോട്ട് ഉള്ള വണ്ടിയാണ്. അപ്പം ഇതൊക്കെ ആളുകൾ കാണുമ്പോൾ ഇരുന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു വണ്ടി ക്രൈസ് ഇല്ല. എനിക്ക് പല വണ്ടികളും കണ്ടാൽ തിന്നാൻ പോലും അറിയത്തില്ല. ക്രൈസ് ഒന്നും ഇല്ല, ഉള്ള വണ്ടി അതുപോലെ ഉള്ള വണ്ടി കൊണ്ട് നടക്കുക. അങ്ങനെ പുതിയ വണ്ടി ഇന്നത് എടുക്കണം അങ്ങനെ ക്രൈസ് ഒന്നുമില്ല. ഈ ഇടയ്ക്ക് എന്തോ ഒരു താറിന്റെ ഒരു വെറൈറ്റി ഇറങ്ങി. അപ്പം ഞാനത് അതിപ്പോ ഒരു മൈലേജ് ആരോ എന്നോട് ഭയങ്കര മൈലേജ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ മൈലേജാണ് നോക്കുന്നത് വണ്ടിക്ക്. പക്ഷെ പിന്നീട് അത്രയൊന്നും ഇല്ല എന്നൊക്കെ അറിഞ്ഞു. അങ്ങനെ ഒരു ക്രൈസ് ഒന്നും വലുതായിട്ടില്ല. പക്ഷെ മാരുതിയാണ് ഇഷ്ടം. മാരുതിയുടെ അടുത്തൊരു വെർഷൻ എടുക്കുന്നെങ്കിലും അതെടുക്കുക എന്നുള്ളതാണ്. ഏതൊരു ഇലക്ട്രോണിക് ഈ വിറ്റാര അങ്ങനെ ഒരു വെഹിക്കിൾ വരുന്നുണ്ടെന്ന് കേട്ടു. നോക്കൂ, എന്റെ സാമ്പത്തിക സ്ഥിതിക്ക് പറ്റുന്നതാണെങ്കിൽ അന്നേരം അത് ആലോചിക്കും. ഇല്ലെങ്കിൽ ഇത് ഞാൻ പണിഞ്ഞിറക്കി തന്നെ കൊണ്ടുനടക്കും. ഒരുപാട് വേദികൾ പറഞ്ഞിട്ടുള്ളതായിരിക്കും. എന്നാലും നമ്മുടെ ചാനലിലേക്ക് വരുമ്പം കുറച്ച് വണ്ടി സംബന്ധമായിട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ചേട്ടാ, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഏറ്റവും വലിയ വാർത്തയായിട്ടുള്ള ഒരു കാര്യമാണ്, എറണാകുളത്തുള്ള ഒരു വ്യവസായി അദ്ദേഹത്തിന്റെ കാറിന് വേണ്ടി 46 ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരു നമ്പർ വാങ്ങിച്ചു. KL01 DG 0007 ആയിരുന്നു നമ്പർ. അപ്പം ഈ വാഹനങ്ങൾക്ക് നമ്പർ വാങ്ങിക്കുന്നത് കുറച്ച് ചിലരൊക്കെ നമ്പേഴ്സിലൊക്കെ വിശ്വാസങ്ങളായിരിക്കും. അപ്പൊ ചേട്ടന്റെ ഈ ന്യൂമറോളജിയിൽ എന്തുമാത്രമാണ് പറയാനുള്ളത്? അപ്പം വാഹനങ്ങൾ എടുക്കാൻ നേരത്തെ അങ്ങനെ നമ്പർ നോക്കാം. ശരിക്കും ഇതൊക്കെ ഒരു അഡ്വാൻസ്ഡ് എന്നുള്ളതിനപ്പുറം ഇപ്പം ജ്യോതിഷത്തില് വണ്ടിയുടെ നമ്പർ പറയാൻ ഒരു സാധ്യതയില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വണ്ടി, വാഹനം, കാറ്, മാരുതി, ബെൻസ് ഒന്നും ജ്യോതിഷത്തിലില്ലല്ലോ. പിന്നെ ഒരാളുടെ വിശ്വാസം വെച്ച് അയാളുടെ ഭാഗ്യ നമ്പറൊക്കെ വെച്ചിട്ടായിരിക്കും എടുക്കുന്നത്. പക്ഷെ ഇങ്ങനെ ലേലം പിടിച്ചിട്ട് ഇപ്പൊ എടുത്ത നമ്പർ ഏതാ? DG 0007. അത് മറ്റേ 007 എന്നുള്ളത്. പക്ഷെ ഞാൻ പറയട്ടെ, ഇപ്പൊ കേരളത്തിൽ അങ്ങനെ ഒരെണ്ണം എടുത്താലും പിന്നെ പുള്ളിക്ക് 007 എഴുതാൻ പറ്റില്ലല്ലോ. 007 എഴുതണം. അല്ല, 0007 അല്ലേ? 007 എഴുതാൻ പറ്റത്തില്ല. ഒരാളിപ്പോ 1 നമ്പർ എടുത്താൽ
0001 എഴുതാൻ പറ്റൂ. അതെ അതെ തമിഴ്നാട്ടിൽ അങ്ങനെയില്ല. തമിഴ്നാട്ടിൽ ഇപ്പൊ എന്റെ ഫ്രണ്ട് എടുത്ത വണ്ടിയിൽ അവൻ 1 എന്നാണ് നമ്പർ എഴുതിയത്. ഇത് എനിക്ക് വളരെ അടുപ്പമുള്ള ആളാണ്, തിരുവനന്തപുരത്ത് ബാലഗോപാൽ, നമ്മുടെ ദേവി ഫാർമ. അദ്ദേഹം ഇങ്ങനെ ഇതൊരു ക്രേസ് ആണ്, അവർക്ക് പുതിയ നമ്പർ മേടിക്കുക. അപ്പം പുറത്തിരുന്ന് പലരും പറയുമ്പോൾ അത് അഹങ്കാരം, പക്ഷെ അവർക്ക് അവരുടെ ഇഷ്ടമാണ്. അപ്പൊ നമുക്കുള്ള നമ്മുടെ വരുമാനം എത്രയാണെന്ന് വെച്ചാൽ അതിന്റെ പരിധി നിന്നുകൊണ്ടുള്ള ഫുഡായിരിക്കും നമ്മൾ മേടിച്ച് കഴിക്കുന്നത്. നമ്മളെക്കാൾ താഴെ വരുമാനം ഉള്ളതൊക്കെ അത് ചിലപ്പോൾ പോഷാണെന്ന് തോന്നും. വണ്ടിയുടെ കാര്യം അങ്ങനെയാണ്. ഇപ്പം എർട്ടിക എന്ന് പറയുന്ന വണ്ടി ചിലപ്പം ഇത് എടുക്കാൻ പോലും ഇല്ലാത്ത ആളുകൾ ഒരുപാട് കാണുമല്ലോ നമുക്ക് സാധാരണക്കാർ. അപ്പൊ അവരെ നോക്കുമ്പോൾ ഇതൊരു പോഷ് വണ്ടി ആയിരിക്കും എന്ന് പറഞ്ഞ പോലെ എനിക്ക് വേറൊരാളുടെ നോക്കുമ്പോൾ ഇപ്പൊ ഡിഫൻഡർ എടുത്തു, അയാളെ നോക്കുമ്പോൾ ചിലപ്പോൾ വേണം എനിക്ക് പറയാം ഇവനെന്തൊരു അഹങ്കാരാണെന്ന്. പക്ഷെ അയാളുടെ വരുമാനം അത്രയുണ്ട്, അയാളുടെ യാത്ര എത്രയുണ്ട്, അയാൾക്ക് അത്രയും സെക്യൂരിറ്റി. ഒരു കാര്യമില്ല. അതാ ഞാൻ പറയാം, അവരുടെ ഒരു ശരിക്കും ഇല്ല, അത് ഞാൻ അന്ന് കിട്ടിയതിൽ അവൈലബിൾ ആയിട്ടുള്ളതിലുള്ള ഒരു നമ്പർ എടുത്തു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഞാൻ ന്യൂമറോളജി നോക്കിയത് ഇല്ല, ഞാൻ അങ്ങനെ നോക്കിയെടുത്തു ഒന്നുമല്ല. പക്ഷെ അന്ന് ബുക്ക് ചെയ്തെടുത്താണ് കേട്ടോ, ആ സമയത്ത് കിട്ടിയ ഒരു ഫാൻസി നമ്പർ എടുത്തു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇല്ല, ഞാൻ അങ്ങനെ നോക്കി എടുത്തല്ല. ആ സമയത്ത് എനിക്കൊന്ന് 3500 രൂപ എന്തോ അടച്ചാന്ന് തോന്നുന്നു. 3000 രൂപ അന്ന് ആ സമയത്ത് അവൈലബിൾ ആയിട്ടുള്ളതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട നമ്പർ ആണല്ലേ. പിന്നെ വേറൊരു കാര്യം കൂടെ ചോദിക്കുകയാണ്. അപ്പം സാധാരണ ചേട്ടൻ നമ്മൾ ഈ വണ്ടി ഇറക്കുന്നതും വിവാഹമംഗള കാര്യങ്ങളൊക്കെ നടക്കുന്നതിന് പല ദിവസങ്ങൾ പലരും സെലക്ട് ചെയ്യാറുണ്ട്. പലരും ചൊവ്വാഴ്ചകളിൽ വണ്ടി ഇറക്കാറില്ല, വെള്ളിയാഴ്ചകളിൽ ഇറക്കാറില്ല. ഇതിനെ കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത്? അല്ല, അങ്ങനെ മുഹൂർത്തം എടുത്ത് വണ്ടി ഇറക്കാറുണ്ട്. ഞാനും മുഹൂർത്തം നോക്കിയിട്ടാണ് വണ്ടി ഇറക്കിയത്. അല്ല, ഞാൻ പറഞ്ഞത് ഇതിലെ കാര്യം എന്ന് പറഞ്ഞാൽ അത് വാങ്ങുന്ന ആളുടെ ഇഷ്ടമാണ്. നമുക്ക് പബ്ലിക്കിന് അതിനകത്തൊരു ഇൻട്രസ്റ്റ് ഇല്ല. ഈ വണ്ടി എങ്ങനെ ഇറക്കണം, ഇപ്പൊ നാരങ്ങ വെച്ച് ഇറക്കുന്നു, അത് അയാളുടെ ആ ചോദ്യത്തിന് ഉത്തരം അത് അയാളുടെ ഇഷ്ടമാണ്. അയാൾ നാരങ്ങ വയ്ക്കും, നിങ്ങൾ നാരങ്ങ അല്ല ഇഷ്ടം, ബോംബ് വെച്ചിട്ട് ഇറക്കാനാണ്, നിങ്ങൾ അങ്ങനെ ഇറക്കുക. നിയമത്തിന് വിരുദ്ധമാണ് അത്. ഇനിയിപ്പോ ഞങ്ങൾ എന്നാ ഓലപ്പടക്കം വെച്ചിട്ട് ഇറക്കിക്കോ. അതൊക്കെ ഓരോരുത്തർ വിശ്വാസമല്ലേ. ഞാൻ പൈസ കൊടുത്ത് വാങ്ങുന്ന വണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഇപ്പം എന്താ ഒരു വണ്ടി എടുക്കുന്ന ഒരാൾ, അയാൾ മുഹൂർത്തം നോക്കി വണ്ടി എടുക്കുന്നത് എന്തിനായിരിക്കും? അപകടം ഉണ്ടാകാതിരിക്കാനാണ്, അല്ലെങ്കിൽ ആ വണ്ടി കൊണ്ട് വേറെ ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കാനാണ്, എങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞിട്ട് അയാൾ അശ്രദ്ധമായി വണ്ടി ഓടിച്ചാൽ ഏത് സമയത്ത് ഇറക്കിയാലും ആ പ്രശ്നം ഉണ്ടാവും. അതാ ഞാൻ പറയാം, അവരുടെ ഒരു കോൺഫിഡൻസ് ആണത്. ഇപ്പൊ ഡോക്ടർമാർ തന്നെ പറഞ്ഞു കൊടുക്കും സിസേറിയന് ഡേറ്റ് എടുത്ത് ടൈം എടുത്ത് സിസേറിയൻ ചെയ്യാൻ. ഒന്നുകിൽ ആ പ്രസവിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് അതിന്റെ ഒരു കോൺഫിഡൻസ് ആയിരിക്കും, ആ നല്ല സമയത്ത് ഒരു കുഞ്ഞ് ജനിച്ചു എന്നുള്ളൊരു കോൺഫിഡൻസ് ആയിരിക്കും. അതിപ്പോൾ നമുക്കിപ്പം വേറെ ആരെയും അത് ബാധിക്കുന്ന കാര്യം അല്ലാത്തതുകൊണ്ട് അങ്ങനെ തന്നെ ഞാനും മുഹൂർത്തം നോക്കിയിട്ടാണ് വണ്ടി എടുത്തത്. നമ്പറിന് ഞാൻ ന്യൂമറോളജി നോക്കിയിട്ടില്ല, പക്ഷെ നല്ല മുഹൂർത്തം, അത് എൻ്റെ ഒരു കോൺഫിഡൻസ് ആണ്, വേറെ ആരെയും ബാധിക്കുന്ന ഒരു കാര്യമല്ലല്ലോ. ഇപ്പൊ കുറെ നാളായിട്ട് എട്ടിക്ക നമ്മൾ കൊണ്ട് നടക്കുന്നു, ഇനി ചിലപ്പോൾ ഒരു ഇലക്ട്രിക് കാർ ചിലപ്പോൾ വാങ്ങിച്ചേക്കാം. ഇത് കൂടാതെ വീട്ടിൽ എന്തെങ്കിലും വാഹനങ്ങളുണ്ടോ? വൈഫിന്റെ ഒരു വണ്ടിയുണ്ട്, ആൾട്ടോ 800, ഒരു ബ്ലൂ. കുറെ കാലം അത് എടുത്തിട്ട് എന്റെ CC തീരാറായി എന്ന് തോന്നുന്നു. അത് മാറണമെന്നൊക്കെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറയുന്നു. ഇലക്ട്രിക് വാഹനത്തെ കുറിച്ചിട്ട് എന്താ ഒരു അഭിപ്രായം? അല്ലെ, അതിനെ ചാർജ് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കും എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് ഒരു സ്ഥലത്ത് വെറുതെ കുറച്ചു നേരം ഇരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര പ്രശ്നമുള്ള, സമയം കിട്ടാറില്ല. അപ്പം ഇപ്പൊ കൊച്ചിയിൽ ഒരു പ്രോഗ്രാമിന് പോകുന്നെങ്കിൽ നമ്മൾ ആ ടൈം ഷെഡ്യൂൾ ചെയ്ത് വെച്ച് ഇവിടുന്ന് പോകുമ്പോൾ 1.5 മണിക്കൂർ ചാർജ് ചെയ്യാൻ എടുക്കുന്നു എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടാണ്. 1.5 മണിക്കൂർ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സമയമാണ്. വളരെ പെട്ടെന്ന് ചാർജ് ചെയ്യാൻ കഴിയുന്ന സംവിധാനം വരുമ്പോൾ എന്തായാലും ഒരു EV കുറിച്ച് ചിന്തിക്കും. ഫാമിലി എന്ന് പറയുമ്പോൾ മക്കളൊക്കെ മോള് 9ാം ക്ലാസ് 10ലേക്കാണ് ഇനിയിപ്പോ. അല്ല, മോനുണ്ട്, അവൻ 4ലേക്ക്. കുട്ടികൾ പറയാറുണ്ടോ അച്ഛാ നമുക്ക് ഇന്ന പുതിയ വണ്ടി ഇന്ന വണ്ടി? പിള്ളേർക്ക് വണ്ടിയോട് ക്രേസ് ഉണ്ട്, എന്നോട് മേടിക്കാൻ പറയാറില്ല. പക്ഷെ അവർക്ക് വണ്ടി, മോന് ഭയങ്കര ഇഷ്ടമാണ് ഈ മിനി കൂപ്പർ ഭയങ്കര ഇഷ്ടമാണ്. അവനെ മിനി കൂപ്പറിലൊന്ന് കയറി യാത്ര ചെയ്യണമെന്ന് എന്നോട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അപ്പം ഞാൻ ആരുടെയെങ്കിലും ഒരു മിനി കൂപ്പർ കിട്ടിയാൽ അവനെ കയറ്റി ഒന്ന് യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ സുഹൃത്തുക്കളുടെ കയ്യിലൊന്നും ഇപ്പം മിനി കൂപ്പർ അവൈലബിൾ അല്ല. ആരെങ്കിലും നമ്മുടെ പ്രേക്ഷകര് മിനി കൂപ്പർ ഉണ്ടെങ്കിൽ ഹരിച്ചാണ്ട് ഒന്ന് വിളിച്ചേക്കണം കേട്ടോ. കാരണം ആ ഒരു ആഗ്രഹം ഒന്ന് പൂർത്തീകരിച്ച് കൊടുക്കാനുള്ള ഒരു നല്ലൊരു അവസരം കൂടെ വന്നിരിക്കുകയാണ്. അപ്പം ചേട്ടൻ ഇത്രയും സമയം കൊണ്ട് ഇത്രയും ദൂരമൊക്കെ ലൈക്ക് ഇത്രയും കിലോമീറ്റേഴ്സ് ആയതുകൊണ്ട് ഒത്തിരി ദീർഘദൂര യാത്രകളൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഏറ്റവും കൂടുതൽ ദീർഘദൂര യാത്ര ഒറ്റയ്ക്ക് സഞ്ചരിച്ച എവിടെയായിരിക്കും? അങ്ങോട്ട് ബാംഗ്ലൂർ പോയിട്ടുണ്ട്, പിന്നെ മധുര അവിടെല്ലാം പോയിട്ടുണ്ട്, മധുര കഴിഞ്ഞും പോയിട്ടുണ്ട്. ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നതാണ് ഇഷ്ടം? ഒറ്റയ്ക്കാണ് ഇഷ്ടം. ഒറ്റയ്ക്ക് പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ രസകരമായി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡ്രൈവിംഗ്, ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറയാം, എന്റെ സുഹൃത്തുക്കളുടെ വണ്ടിയില്ലേ, ശരിക്കും പറഞ്ഞാൽ എന്നെ അവർ ഡ്രൈവറായിട്ട് പലരും കൊണ്ടുപോകാറുണ്ട്. കാരണം ഡ്രൈവറെ മാറ്റിയിട്ട് ഇന്ന് ഹരിയെ വിളിക്കാം ഫ്രീ ആണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകാറുണ്ട്. ഞാൻ അവരെ ആരെയും, ഞാൻ വണ്ടി കയറിയോ എനിക്ക് ഓടിക്കണം. അവർക്കത് സുഖമാണ്.
ഓക്കെ. അപ്പൊ ഈ ഒറ്റയ്ക്ക് പോകുമ്പോഴേ ഈ ഒരു സുരക്ഷയുടെ പേടിയൊക്കെ തോന്നിയിട്ടുണ്ടോ എവിടെയെങ്കിലും പോകുമ്പോൾ, അങ്ങനെയുള്ള ഏതെങ്കിലും യാത്രകളിലൊക്കെ? അങ്ങനെ സുരക്ഷ പേടിയില്ല. ഒരിക്കൽ ഞാൻ ഇങ്ങനെ രാത്രിയിൽ തമിഴ്നാട് വഴി വന്നപ്പോൾ ഇങ്ങനെ വിജനമായ സ്ഥലങ്ങള് ഉം. അങ്ങനെയൊക്കെ വന്നപ്പോൾ ഒരു പേടി തോന്നി. പിന്നെ ചില സമയത്ത് ഈ ഗൂഗിൾ മാപ്പ് ഇട്ട് വരുമ്പോഴേ ആ. ഒട്ടും ഈ കൊച്ചിയിൽ നിന്ന് വരുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ വഴിയിൽ കയറി വരും. അപ്പം ഒന്നും ആരും ഇല്ലാത്ത വഴി തെറ്റി പോയിട്ടുണ്ടോ? പേടിയൊന്നുമില്ല. അല്ല എന്നെ ഈ ഗൂഗിൾ മാപ്പ് അങ്ങനെ വഴി തെറ്റിച്ചിട്ടില്ല. ആ. കറക്റ്റ് വന്നിറങ്ങും. പക്ഷെ ചെറിയ ചെറിയ വഴികളിലൂടെയൊക്കെ ആയിരിക്കും വരുന്നത്. കൊണ്ടുവരുന്നത്. പേടിയൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല. എന്ത് പേടിയാണ് ഈ ആളുകൾ വല്ലതും ആക്രമിക്കുന്നത്? ആക്രമിക്കുന്നുണ്ട്. നമ്മൾ ഈ കേരളത്തിന്റെ പുറത്തേക്ക് പോകുമ്പോഴത്തേന് മുട്ട എറിഞ്ഞ് ആണോ? പക്ഷെ എനിക്ക് അങ്ങനെ അനുഭവമൊന്നുമില്ല. ഉണ്ടായിട്ടില്ല അല്ലേ? ആ. അല്ല, പല വീഡിയോസും പലപ്പോഴും വരാറുണ്ട്. ഉണ്ടല്ലേ? അത് രാത്രിയിലാണോ? രാത്രി യാത്രകളിലൊക്കെയാണ് അങ്ങനെ സംഭവിക്കാറുള്ളത്. അത് ശരിയാ. ഓക്കെ. ഇനിയിപ്പോ ഒരു വാഹനം വാങ്ങിക്കണമെന്ന് പ്ലാൻ ഉണ്ടെങ്കിൽ, ഇപ്പൊ ഈ വിറ്റാരയുടെ കാര്യം പറഞ്ഞു, ഇപ്പൊ ഒരു പ്രീമിയം ലക്ഷറി കാർ എന്തെങ്കിലും വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ശരിക്കും എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഫിനാൻഷ്യൽ കണ്ടീഷൻ അത്ര കറക്റ്റ് അല്ലാത്തത് കൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനത്തെ ആഗ്രഹമില്ല. ഇല്ല. പലരും എന്നോട് ഇന്നോവയുടെ ഏറ്റവും ലേറ്റസ്റ്റ് മേടിക്കും, നിങ്ങൾ ഇത്രയും ഓടുന്നതല്ലേ, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ എന്നൊക്കെ പറയാറുണ്ട്. ഒത്തിരി പേര് പറയാറുണ്ട്. ഓക്കെ. പലരും വിൽക്കാൻ പോകുന്ന വണ്ടി എന്നാൽ നിങ്ങൾ മേടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറയാറുണ്ട്. ഓക്കെ. പക്ഷേ എന്തോ എനിക്ക് ചിലപ്പോൾ ഇതുകൊണ്ടായിരിക്കാം. പിന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹം ഒരു ബുള്ളറ്റ് മേടിക്കണം എന്നായിരുന്നു. ഓക്കെ. പക്ഷേ ഇതുവരെ നടന്നില്ല. ചിലപ്പം ഇനിയും ഭാവിയിൽ ചിലപ്പോൾ ഞാൻ മേടിച്ചേക്കാം. ഓക്കെ. പക്ഷെ ഞാൻ എല്ലാ പ്രാവശ്യവും എല്ലാ ബർത്ത്ഡേക്കും ഞാനിങ്ങനെ വിചാരിക്കും ഇപ്രാവശ്യം ഒരു ബുള്ളറ്റ് അങ്ങ് മേടിച്ചാലോ എന്ന്. പക്ഷെ ആ സമയം എടുക്കുമ്പോഴത്തേക്ക് പിന്നെ ഞാൻ ഇതിൻ്റെ അടവും ആദ്യം എടുക്കേണ്ട പൈസയൊക്കെ ആലോചിക്കുമ്പം എന്നാൽ പിന്നെ വേണ്ട, അടുത്ത പ്രാവശ്യം ആട്ടെ എന്ന് വെച്ചിട്ട് ഇപ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് ഞാൻ അടുത്ത പ്രാവശ്യത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ആണല്ലേ? ചേട്ടാ, ഇനി ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ ഒരു കോൺടാക്സിൽ ഒരു വീഡിയോ പറഞ്ഞിട്ട് ഞാൻ നല്ല രീതിയിൽ ചീത്തവിളി കേട്ടായിരുന്നു. എങ്കിലും ലൈക്ക് ഇത് ഒരു ജോത്സ്യം അല്ലെ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അതായത് പല വാഹനങ്ങൾക്കും പല ആൾക്കാർക്കും വഴങ്ങാറില്ല എന്ന് പറയുന്നുണ്ട്. അതായത് ചിലർക്ക് ബെൻസ് പറ്റില്ല, ചിലർക്ക് ഓടി പറ്റില്ല, ഇങ്ങനെ പറയുന്ന കേട്ടോ. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇത് ബെൻസിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് പലർക്കും അവരുടെ നക്ഷത്രമായിട്ടൊന്ന് മാച്ച് ആറ്. കാരണം ഇല്ലേ, ബെൻസിൻ്റെ ലോഗോ എന്ന് പറയുന്നത് ഒരു സ്റ്റാർ ആണല്ലോ, ഒരു ട്രൈ സ്റ്റാർ ആണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കും ബെൻസ് വാഴത്തില്ല. കാരണം ഞാനിത് പറഞ്ഞിട്ട് പലരും എന്നെ ചീത്ത വിളിച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ്? ശരിയാണ്, എനിക്ക് വാഴാത്ത ഒന്ന്, അതിന് മൈലേജ് വളരെ കുറവാണ്. അത്രയും പെട്രോൾ അടിച്ച് യാത്ര ചെയ്യാനുള്ള പൈസ ഒന്നും എൻ്റെ കയ്യിലില്ല. ഇതൊന്ന് വർക്ക്ഷോപ്പിൽ കയറിയ ഇത് ഓരോ തവണ ഇറക്കണേലും സർവീസ് ചെയ്ത് ഇറക്കണേലും ഭയങ്കര പൈസയാണ്. നമ്മുടെ കയ്യിലൊന്നും അത്രയും പൈസ ഇല്ല. അതുകൊണ്ട് എനിക്ക് ബെൻസ് വാഴത്തില്ല. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇതാണ്, നമ്മുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ നോക്കി ചെയ്യുക. ഇപ്പം എനിക്ക് ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. അതിസമ്പന്നന്മാരായിട്ടുള്ള സുഹൃത്തുക്കളുണ്ട്, സാധാരണക്കാരുണ്ട്, താഴോട്ടുള്ള സുഹൃത്തുക്കൾ, എല്ലാവരും ഞാൻ എല്ലാ ഏരിയയിലുള്ള ആളുകളുമായിട്ടും വളരെ സൗഹൃദം സൂക്ഷിക്കുന്ന ഒരാളാണ്. എൻ്റെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു പ്രത്യേകത, ഞാൻ ഇവരുടെ കാര്യങ്ങളിൽ ഇടപെടും. അങ്ങനെയുള്ളവർ എൻ്റെ ഫ്രണ്ട്സ് ആയാൽ മതി. ഇപ്പം ഇത് കേൾക്കുന്ന എൻ്റെ സുഹൃത്തുക്കളുണ്ട്, അവർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾ ഇത് ചെയ്യണോ ചെയ്യണ്ടയോ എന്നുള്ളത് ഞാൻ പറയും. പറയുന്ന വെച്ചാൽ ഞാൻ അവരെ ഇത് ചെയ്യുമെന്നല്ല പറഞ്ഞത്, അഭിപ്രായം എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഒരാള്, എൻ്റെ ഒരു സുഹൃത്ത്, അവൻ ഫിനാൻഷ്യലി കുറച്ച് മോശമായിട്ട് നിൽക്കുന്ന ഒരു സമയം. ആ സമയത്ത് അവന് ഇന്നോവയുടെ ഒരു വണ്ടി, പുതിയ ഏറ്റവും ലേറ്റസ്റ്റ്, അല്ല അതിന് തൊട്ടും പറഞ്ഞോളെ ക്രിസ്റ്റ, ഇന്നോവയുടെ ക്രിസ്റ്റ എടുക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നു. അത് ബുക്ക് ചെയ്യാണ്, സമയം നോക്കണം. ഞാൻ പറയടാ, നിനക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ആക്ച്വലി നിനക്കൊരു പഴയ ഇന്നോവയുണ്ട്, അത് CC തീർന്ന് കിടക്കുകയാണ്. ഇത് നീ എടുക്കുമ്പോൾ നിനക്ക് ഇത്ര രൂപ CC അടയ്ക്കേണ്ടി വരും. ഇപ്പം നിന്റെ ഫിനാൻഷ്യൽ കണ്ടീഷൻ മോശമാണ്. ഈ സമയത്ത് നീ ആവശ്യമില്ലാതെ ഇപ്പോൾ ഈ വണ്ടി എടുക്കാൻ പോകരുത് എന്ന് പറഞ്ഞു. അങ്ങനെ ആ വണ്ടി എടുത്തില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഡിഫൻഡർ എടുത്തു. അപ്പൊ ആള് ഡിഫൻഡർ എടുക്കാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞത്, ഓൾറെഡി ഒരു ബെൻസ് ഉണ്ട്, അത് കൊടുക്കുക. അല്ലാതെ ബെൻസും ഡിഫൻഡറും എല്ലാം കൂടെ ഒന്നിച്ച് നീ ഉപയോഗിക്കരുത്. അത് നിന്നെ സാമ്പത്തികമായിട്ട് വല്ലാണ്ട് തകർക്കും. മനസ്സിലായി? അല്ലാതെ ഇപ്പോൾ ഈ ബെൻസിന്റെ ലോഗോ അല്ല പ്രശ്നം, അതിന്റെ മൈലേജും അതിന്റെ മെയിൻ്റനൻസും ആണ് പ്രശ്നം. അത് നമ്മൾ പ്രാക്ടിക്കലി, ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ, ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ എൻ്റെ സുഹൃത്തുക്കളോട് ആരോടെങ്കിലും ചോദിച്ചാൽ എനിക്ക് ആദ്യം കൊടുക്കാൻ ഉള്ള പൈസ ചിലപ്പോൾ അവർ തരുമായിരിക്കും. എനിക്ക് അങ്ങനെ കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പം എൻ്റെ ഫ്രണ്ട്സിനോട് ആരോടാ എനിക്കൊരു വണ്ടി എടുക്കണം, എനിക്ക് നീ ഇത്ര രൂപ എന്ന് തരുമോ എന്ന് പറഞ്ഞാൽ തരും. തരാതൊന്നും ഇരിക്കത്തില്ല, തരുന്ന സുഹൃത്തുക്കൾ എനിക്കുണ്ട്. പക്ഷേ അതിനുശേഷം ഒരു കാര്യമുണ്ട്, എനിക്ക് ഇതിൻ്റെ EMI അടയ്ക്കണം. പിന്നെ ഇതിൻ്റെ ഈ ഡീസൽ, ഇതൊക്കെ നല്ല മൈലേജാണ്. ഇത് ഞാൻ എവിടുന്ന് ഉണ്ടാക്കേണ്ടി വരിക? എന്നെ കാണാൻ വരുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് വേണ്ടേ ഇത് ഉണ്ടാക്കാൻ വേണ്ടി? അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ നിലപാടുകളൊക്കെ മാറ്റേണ്ടി വരും. അപ്പോൾ അതിന് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അത് വാഴത്തില്ല. മികച്ച ഒരു ഉത്തരവായിരുന്നു. ഇതിന് ഞാൻ എന്തായാലും ചീത്തവിളി കേൾക്കും. ഹരിച്ചേട്ടാ, അടുത്തൊരു ചോദ്യം. അതായത് ചേട്ടൻ ഇത്രയും നാളെ ഡ്രൈവ് ചെയ്തിട്ടുണ്ടാവല്ലോ, അപ്പോൾ എപ്പോഴെങ്കിലും നിയമപരം, പ്രത്യേകിച്ച് MVD ഒക്കെ എന്തെങ്കിലും ആവശ്യത്തിന് പിടിച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ള എന്തെങ്കിലും രസകരമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അതായത് ഒരിക്കൽ ഈ പേപ്പർ ഭയങ്കര പ്രശ്നമായി. കോടതി ഒരു ഉത്തരവിട്ടായിരുന്നല്ലോ, പേപ്പർ ഒട്ടിക്കരുത് എന്ന് പറഞ്ഞിട്ട്. ഫിലിം ഒട്ടിക്കല്ലെന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് ഞാൻ പോകുമ്പം ഇങ്ങനെ പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇത് കീറാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ പിന്നെ കീറിയാൽ പോരെ,
എന്ന് ചോദിച്ചു. ഉം. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു ഇത് ചെയ്യരുത്. ഉം. അപ്പം ഞാൻ ചോദിച്ചു എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചു. നമ്മൾ ഇത്രയും വെയിലല്ലേ, അപ്പം നമുക്ക് ഇതിനകത്ത് പോകുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇത്രയും നമ്മൾ എന്തെങ്കിലുമൊക്കെ പരിപാടി, ഇപ്പം എൻ്റെ മാത്രമല്ല ഇപ്പോൾ പല ആളുകൾ ആശുപത്രിയിൽ പോകുന്നവരുണ്ടാവാം. അപ്പോൾ അവർ പറഞ്ഞു ഇത് ആക്സിഡൻറ്റ് ഉണ്ടായാൽ ഗ്ലാസ് പൊട്ടിച്ച് പുറത്ത് പൊട്ടിച്ച് വരാൻ പുറമെന്നൊക്കെ പറയുന്നു. ആ. എന്തായാലും ഞാൻ കീറി കളഞ്ഞു. ഞാൻ എന്നിട്ട് കീറി കളഞ്ഞു എന്ന് പറഞ്ഞ് വീഡിയോയും ചെയ്തായിരുന്നു. ഓക്കെ. അത് കീറി കളഞ്ഞപ്പോൾ ആ നിയമം എടുത്ത് മാറ്റി ഇറക്കി. അപ്പം ഞാൻ വെറുതെ പൈസയും കളഞ്ഞു. പിന്നെ പിടിക്കുന്ന ഇത് മാറ്റണം എന്നൊക്കെ എന്നോട് പറഞ്ഞു കേട്ടോ. ഇത് ആരും എടുത്തിട്ട് ഇത് ഞാൻ MVD ശ്രദ്ധിച്ചില്ല. ഒന്നും ദൈവത്തെ ഓർത്ത് ടാഗ് ചെയ്യില്ല. എൻ്റെ ഒരു ഭയങ്കര ആഗ്രഹമാണ് ഉം. ഒരു വണ്ടി പോകുമ്പോൾ, അതുകൊണ്ട് വെച്ചതാണ് കേട്ടോ. ഇതിനകത്ത് കൊടി വല്ലതും കെട്ടുവോ? ഈ ഒന്നുമില്ല. എനിക്ക് പണ്ട് ഇങ്ങനെ മറ്റേ നമ്മൾ സിനിമയിലെ കാണുമ്പോഴേ ആ, ആ. ഇങ്ങനെ മന്ത്രിമാർ ഫ്രെയിമിനകത്ത് മന്ത്രിയുടെ ആ കൊടി മറയ്ക്കുന്നതിന് വേണ്ടി- അതിന്റെ ഒരു ഇഷ്ടം കൊണ്ട് വെച്ചാൽ ആരും ഇതിന്റെ താഴെ പോയി MVD കയറി ടാഗ് ചെയ്യരുത്. ഓക്കെ, അങ്ങനെ വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് അല്ലേ? മിക്കവാറും തിളക്കേണ്ടി വരും കേട്ടോ നിങ്ങളുടെ വീഡിയോ പറ. ഓക്കെ, വണ്ടിയില് എന്തെങ്കിലും ഈ നമ്മൾ സ്റ്റോക്ക് കണ്ടീഷനിലാണോ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? എന്തെങ്കിലും ആക്സസറീസ് കൂടുതൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് ഞാനൊന്നും മേടിച്ചു. ഞാൻ അങ്ങനെ ഞാൻ വണ്ടിയിൽ ഒത്തിരി പോഷ് കാണിക്കാന്നൊരു കാര്യമൊന്നും എനിക്ക് ഇല്ല. എന്നെ അങ്ങനെ ഒരു സംഭവം ഇല്ല എനിക്ക്. ഓക്കെ. പിന്നെ ഇടയ്ക്ക് വെച്ച് ഇതൊന്ന് മൊത്തത്തിലൊന്ന് വൃത്തിയാക്കി തന്നൊരു മിസ്റ്റർ ഗുബോട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓക്കെ, ഡീറ്റെയിലിംഗ് ഒക്കെ ഡീറ്റെയിലിംഗ് ചെയ്തു തന്നു. ഓക്കെ. ആ പയ്യൻ എൻ്റെ അടുത്ത് എപ്പോഴും നോക്കിക്കാനൊക്കെ വരുന്നതാണ്. അപ്പം ഒരു ദിവസം വണ്ടി കണ്ടിട്ട് ചേട്ടാ മര്യാദ അവിടെ കൊണ്ടുവിടാന്നൊക്കെ പറഞ്ഞ് എന്നെ തെറി വിളിച്ച് കൊണ്ടുപോയിട്ട് എല്ലാം ഓക്കെ. വൃത്തിയാക്കിയിട്ടൊക്കെ തന്നിട്ടുണ്ട്. അതൊക്കെ പോട്ടെ, വണ്ടി കഴുകാനൊക്കെ സമയം കിട്ടാറുണ്ടോ? ഇല്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് ആളുകൾ കയറുമ്പോൾ തന്നെ എൻ്റെ വണ്ടി കാണുമ്പോൾ തന്നെ ആളുകൾക്ക് അറിയാം ഞാൻ ഒന്ന് ഫുൾ ടൈം യാത്രയാണ്. യാത്രയാണ്, അത് ശരിയാ. യാത്ര ഇപ്പോൾ നമ്മൾ ഇന്ന് നാളെ രാവിലെ കൊച്ചിയിൽ പോവും, ഉം. പിന്നെ മറ്റന്നാൾ തിരിച്ചു വരും, പിന്നെ തിരുവനന്തപുരം പോകണം. അങ്ങനെ ഉം. ത്രൂ ഔട്ട് ട്രാവലാണ്, കംപ്ലീറ്റ് ട്രാവലാണ്. ഓക്കെ. അപ്പോൾ ഈ വാഹനം ചിലർ ദൈവമായിട്ട് കാണാറൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട് അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ വാഹനം അവർ ദൈവമായിട്ട് കാണാറുണ്ട്. അവർ ചതിക്കില്ലെന്നുള്ള വിശ്വാസമുണ്ട്. ഈ വാഹനത്തിനൊരു ജീവനുള്ളതായിട്ട് ചേട്ടന് തോന്നിയിട്ടുണ്ടോ? ശരിക്കും നമ്മുടെ എനിക്ക് പറയുമ്പം എനിക്കൊന്ന് വീട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വീടിനേക്കാൾ ഏറ്റവും കൂടുതൽ ഞാൻ ചെലവഴിക്കുന്ന ഒരു സ്ഥലം വാഹനമാണ്. ഓക്കെ. ഇപ്പം എൻ്റെ വീട്, ഞാൻ എൻ്റെ ഓഫീസ് പത്തനാപുരത്തുണ്ട്, അവിടെ വരും. വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ രാത്രി കാലങ്ങളിലൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതൽ ചെലവഴിക്കുന്നത്. ഓക്കെ. ഒരുപക്ഷെ വീട് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ ചെലവഴിക്കുന്നത് ഈ വാഹനമാണ്. ഓക്കെ. നമ്മുടെ ലൈഫുമായിട്ട് അത്ര അറ്റാച്ച്ഡ് ആണ്. ചില ആളുകളുണ്ട് ഈ വാഹനം വിറ്റിട്ട് ഭയങ്കരമായിട്ട് വിഷമിക്കുന്ന ആളുകൾ. ഉം. എനിക്ക് എൻ്റെ പഴയ 800 ഒന്നുകൂടെ കാണണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. ഉണ്ട്. ഭയങ്കര ആഗ്രഹമുണ്ട്. അതെവിടെയാണെന്ന് വല്ല അറിയാവോ? അറിയത്തില്ല, അറിയത്തില്ല. പക്ഷെ ഭയങ്കര ആഗ്രഹമുണ്ട്. നമ്പർ ഒന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എനിക്ക് ഓർമ്മയില്ല നമ്പർ. നമ്പർ ആ ഓർമ്മയില്ല. പണ്ടത്തെയാണ്, ഒത്തിരി വർഷം മുമ്പാണ്. ആണല്ലേ? പിന്നെ ഒരുപാട് വർഷമായി. എന്തെങ്കിലും പഴയ പടം ഉണ്ടെങ്കിൽ അയച്ച് നമുക്ക് എടുത്തിട്ടേക്കാം. ഒന്നുമില്ല, അന്ന് അങ്ങനെ ഞാൻ ഈ വണ്ടിയുടെ മുമ്പിൽ നിന്ന് ചിത്രം എടുത്തിടുക ഉം. അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്കെന്തോ അങ്ങനെ ഒരു ക്രേസ് ഇല്ല. ഓക്കെ. അപ്പം അത് ശരിക്കും ഇപ്പോൾ നമ്മുടെ സൗപത്ത് മൊബൈൽ ഫോൺ കുറേ കാലം നമ്മൾ ഉപയോഗിച്ചാൽ നമുക്ക് ചില മൊബൈൽ കളയാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. ഉം. ചിലപ്പോൾ ആ മൊബൈലിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി സന്തോഷകരമായ മുഹൂർത്തങ്ങൾ കടന്നു പോയിട്ടുണ്ടാവാം, ഓക്കെ. സങ്കടമുള്ള മുഹൂർത്തങ്ങൾ കടന്നു പോയിട്ടുണ്ടാവാം, ഉം. നമുക്ക് ഒത്തിരി ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരുപാട് ഓർമ്മകൾ അതിലുണ്ടാകാം. ഉം. അതുപോലെയാണ് നമ്മുടെ കാറും. ഉം. ആ കാറും ചിലപ്പോൾ നമ്മൾ പുറത്ത് നമുക്ക് കരയാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ കാറിലിരുന്ന് ആലോചിച്ചോ പറഞ്ഞോ നമ്മൾ കരഞ്ഞിട്ടുണ്ടാവാം ഓക്കെ. അല്ലേ? അതെ, അതെ. ഞാൻ ചെയ്തിട്ടുണ്ട്. ആ. ചിലപ്പോൾ നമുക്ക് ചിരിക്കാൻ പറ്റാത്ത പല സന്ദർഭങ്ങളിൽ ഒറ്റയ്ക്കിരുന്ന് നമ്മൾ കാറിനുള്ളിലിരുന്ന് ചിരിച്ചിട്ടുണ്ടാവാം. ഓക്കെ. ചിലപ്പോൾ എവിടെങ്കിലും നമ്മൾ പാർക്ക് ചെയ്തിട്ടിട്ട് നമ്മൾ ഇതിനുള്ളിലിരുന്ന് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാവാം, ആ. സ്വപ്നങ്ങൾ നെയ്തിട്ടുണ്ടാവാം, ഓക്കെ. ഇതിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവാം ഉം. അല്ലേ? ഉം. അപ്പം അത്രത്തോളം നമ്മുടെ ജീവനോട് ചേർന്ന് നിൽക്കുന്ന ഒരെണ്ണത്തോട് നമുക്കൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും. ഉം. അപ്പോൾ അത് പോകുമ്പോൾ നമ്മുടെ ഒരു കൂടപ്പിറപ്പ് പോയ ഒരു ഫീലിംഗ് വാഹനത്തോട് തോന്നുന്ന ഒരു തെറ്റൊന്നുമല്ല. ഉം. എനിക്ക് ചിലപ്പോൾ തോന്നും. ഓക്കെ. എനിക്ക് എർട്ടിക പോവാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്കൊരു വിഷമം വരും. കാരണം ഞാൻ ഈ എർട്ടികയിലിരുന്ന് എൻ്റെ ജീവിതത്തിൻ്റെ ഒരുപാട് ഇമോഷണൽ ആയിട്ടുള്ള പല തലങ്ങളിലൂടെ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പം എൻ്റെ ലൈഫിൻ്റെ ഒരു ഭാഗമാണിത്. ഉം. അപ്പോൾ എനിക്കിത് നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ. ഹരിച്ചേട്ടൻ ഏറ്റവും വേഗത്തിൽ എത്ര സ്പീഡ് വരെ ഓടിച്ചിട്ടുണ്ട്? 110 പോയിട്ടുണ്ട്. 110, അതാണ് ഏറ്റവും കൂടുതൽ വേഗത്തിൽ ഓടിച്ചിട്ടുള്ളത്. അതിന് മുകളിൽ ഓടിച്ചിട്ടില്ല. ഇല്ല. അങ്ങനെ ഡേഞ്ചറസ് ആയിട്ട് ഓടിക്കത്തില്ല വണ്ടി. ഓക്കെ. എനിക്ക് കേരളത്തിന്റെ പുറത്തേക്കൊക്കെ പോകുമ്പോഴത്തേനും 6 വരിപ്പാതയൊക്കെ കാണുന്ന ഇല്ല, സമയത്ത് ഞാൻ 110, 115 അങ്ങനെ ഒരു അങ്ങനെ പോയിട്ടില്ലല്ലേ? അങ്ങനെ പോകാറില്ല. എനിക്ക് പോയിട്ടുള്ളതായിട്ടൊരു ഓർമ്മയില്ല. ഞാൻ വേറെ വണ്ടിയും കൊണ്ട് പോയിട്ടുണ്ട്. ഓക്കെ. അതായത് ഹൈക്രോസ്. ഞാൻ ചെന്നൈക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഹൈക്രോസും കൊണ്ട് പോയിട്ടുണ്ട്. ഓക്കെ. അതിൽ ഞാൻ ഒത്തിരി നല്ല സ്പീഡിൽ പോയിട്ടുണ്ട്, ഈ മറ്റേ ആ റോഡിൽ. ഓക്കെ. പക്ഷേ ഇതിൽ ഞാൻ അങ്ങനെ ഒരു കൈവിട്ട കളി കളിക്കാറില്ല. കളിച്ചിട്ടില്ലല്ലേ? ആ. ശരി. അഗൈൻ ഇത് എന്തെങ്കിലും അപകടം കാര്യമായിട്ടുണ്ടായിട്ടുണ്ടോ ഇതിനിടയ്ക്ക്? അപകടം ഞാൻ ഒരിക്കൽ ഉം. എനിക്ക് കേരളത്തിന് പുറത്തൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഒരു ദിവസം. ഉം. അപ്പം ഞാൻ അവിടെ ഒരു ദിവസം രാത്രിയിൽ പോയി. ഉം. അന്ന് ഉറങ്ങിയില്ല. ഉം. പിറ്റേ ദിവസം പ്രോഗ്രാം കഴിഞ്ഞു. ഉം. അത് കഴിഞ്ഞ് തിരിച്ച് ഞാൻ പിറ്റേ ദിവസം നൈറ്റ് ഉറങ്ങിയില്ല. ഉം. പക്ഷേ എനിക്ക് കൊച്ചിയിൽ വേണമെങ്കിൽ വന്നിട്ട് അവിടെ താമസിക്കാൻ സൗകര്യം ഉണ്ടായിരുന്നു. ഹോട്ടൽ ഓൾറെഡി അവൈലബിൾ ആയിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ച് ഇങ്ങ് പോരാന്ന് വെച്ചിട്ട് വെളുപ്പിനെ ഇറങ്ങി ഒരു 4 മണിക്കൊക്കെ ഇറങ്ങി ഓടിച്ചു വരുമ്പം ഉം. നമ്മുടെ കലവൂർ SN പുരം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അതെ, അതെ. അവിടെ ഞാൻ എപ്പോഴും കോഫി കുടിക്കാൻ ഒരു ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട്. ഓക്കെ. ഞാൻ വെച്ച് തുറന്നിട്ടുണ്ടാവുമോ എന്നൊക്കെ ചിന്തിച്ച് ഇങ്ങനെ വന്ന് ആ കോഫി ഹൗസ് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പം പെട്ടെന്ന് ഞാൻ ഒന്ന് കണ്ടണഞ്ഞു പോയി.
ഓക്കെ. അപ്പം ഞാൻ പെട്ടെന്ന് ഞാൻ എന്തോ കാണുന്നത് വെച്ചാൽ അച്ഛൻ വന്ന് എന്നെ തട്ടി വിളിക്കുന്നില്ല എണീറടാ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ നോക്കുമ്പം വണ്ടി റോഡ് കഴിഞ്ഞ് അങ്ങ് പോയി. ഞാൻ പെട്ടെന്ന് ചവിട്ടി നിർത്തി. കൈയൊക്കെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് വിറയ്ക്കുന്ന പോലെ വന്നു. കാരണം അതൊരു എന്താ പറയുക വല്ലാത്തൊരു, കാരണം തൊട്ടപ്പുറത്തെല്ലാം കുഴിയും റോഡ് പണിയെല്ലാം നടക്കുന്ന ഇതായിരുന്നു. അപ്പോൾ അത് ഞാൻ ഭയന്നു പോയി. പിന്നെ ഞാൻ അവിടെ വണ്ടി ഒതുക്കി കുറേ നേരം കിടന്ന് ഉറങ്ങിയിട്ടാണ് വന്നത്. അങ്ങനൊരു അതൊരു എന്നെ ഒരു ഭയപ്പെടുത്തിയ ഒരു അനുഭവമാണ്. പിന്നെ ഞാൻ റെസ്റ്റ് എടുക്കാതെ ഓടിക്കാറില്ല. ഇല്ല ത്രൂ ഔട്ട് ഞാൻ 2 ദിവസമൊക്കെ ഉറക്കളയ്ക്കും കേട്ടോ. ആണല്ലേ? എനിക്കങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ അങ്ങനെ ഞാൻ ചെയ്യുന്നതായിരുന്നു. പക്ഷേ ഇപ്പം പിന്നെ ഞാൻ ചെയ്യാറില്ല. കാരണം ഉറങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണടച്ച് കൂർക്കം വലിച്ച് ഉറങ്ങുക അല്ലല്ലോ. ഒന്ന് ഭയങ്കര ഡേഞ്ചറാണ്. പലരും ശരിക്കും പറഞ്ഞാൽ വണ്ടി ഓടിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കണം. നമുക്ക് ഓവർ കോൺഫിഡൻസ് ഉണ്ടാവും. പക്ഷെ നമ്മൾ ഉറങ്ങിപ്പോവല്ല. ഇതൊരു വളരെ ചെറിയ സമയത്ത് എന്തോ ഒരു സംഭവം ഒന്നുണ്ടാകുന്നു ടക്കെന്ന് വണ്ടി ഓടിക്കൊണ്ടിരിക്കുക. പക്ഷെ അന്ന് നമ്മുടെ വലിയ അപകടകരമായ ഒരു അവസ്ഥയാണ്. ശ്രദ്ധിക്കേണ്ടതാണ്. പലരും ഇങ്ങനെ വീരവാദം പോലെ അതാണ് ഞാൻ വീരവാദം പോലെ പറഞ്ഞുകൊണ്ടിരുന്ന ആളാ. പക്ഷെ ഇപ്പൊ ആ വീരവാദം നിന്നല്ലേ ദൈവം കാത്തു വരുവാ. ചേട്ടാ, വേണ്ടായിരുന്നു തോന്നിയ എന്തെങ്കിലും യാത്രകളുണ്ടോ? വേണ്ടായിരുന്നു എന്ന് തോന്നി. ഞാൻ അത് 2 കാര്യങ്ങളുണ്ട് പറയാം. ഒന്നാമത്തെ കാര്യം, ഞാൻ ഒരു സെലിബ്രിറ്റിയുടെ ക്യാരവാൻ അതിൽ ഞാൻ യാത്ര ചെയ്തു. എവിടെന്ന് അറിയാം, നമ്മുടെ ചേർത്തലയിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണ്, തിരുവനന്തപുരം ഓടി. ഇതുപോലെ എനിക്ക് ജീവിതത്തിൽ ഞാൻ വെറുത്തൊരു യാത്രയിൽ ഒരു ബെഡ്റൂം ഇങ്ങനെ മൂവ് ചെയ്യാണ്. നമുക്ക് ഛർദ്ദിക്കാൻ വരുന്നു. കാരണം എനിക്കത് പറ്റത്തില്ല. എനിക്ക് AC ബസ് പോലും പറ്റത്തില്ല. എനിക്കങ്ങനെ അടച്ചു മൂടി. പക്ഷേ കാറിൽ എത്ര ആയാലും ഞാൻ കംഫർട്ടബിളാണ്. ഇനി എൻ്റെ വേറൊരു സ്വഭാവ ദൂഷ്യമുണ്ട്. എനിക്ക് ബാക്ക് സീറ്റ് ഇരിക്കാൻ പറ്റത്തില്ല. വണ്ടിയുടെ ബാക്ക് സീറ്റ് ഇരിക്കാൻ, ഡ്രൈവിംഗ് സീറ്റ് ഒന്നുകിൽ അത് ഫ്രണ്ട് സീറ്റ്, ബാക്ക് സീറ്റ് എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല. കാരണം എനിക്ക് ഛർദ്ദിക്കാൻ വരും. വെച്ചാൽ ഛർദ്ദിക്കില്ല, പക്ഷെ ഭയങ്കര അൺകംഫർട്ടബിൾ ആണ്. അങ്ങനെ പിന്നീട് ക്യാരവാനിലെ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിയാൻ ഫ്രണ്ടിൽ ഡ്രൈവറോട് വന്ന് ക്യാബിനിൽ ഇരുന്നിട്ട് കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. അത് വല്ലാത്തൊരു യാത്ര. പിന്നെ ഞാൻ ഇതുപോലൊരു സംഭവം ഉണ്ടായി. തൊടുപുഴയിൽ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പാണ്. ഇന്നോവയൊക്കെ ഇറങ്ങി ഇങ്ങനെ ക്ലച്ച് പിടിച്ച് വരുന്ന സമയമാണ്. അപ്പോൾ ആ സിനിമയിലെ നായകൻ ഞാനൊരു അടുപ്പമുള്ള ആളായിരുന്നു. അപ്പോൾ എന്നോട് വരുന്നെങ്കിൽ വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അന്ന് എനിക്ക് ഈ വണ്ടിയാണ് ഉള്ളത്, എന്നറിയാം, നമ്മുടെ ആൾട്ടോ, മറ്റേ ചില്ലി റെഡ് കളർ. അപ്പം ഞാനപ്പോൾ ഇച്ചിരി അങ്ങ് വരെ പോകണ്ട്, തൊടുപുഴയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഫ്രണ്ട് അപ്പം ഇന്നോവ, അവൻ്റെ ആണോ അവരുടെ 6 ബന്ധുക്കളുടെ ഇന്നോവയുണ്ട്, അത് എടുത്തുകൊണ്ട് വരാൻ. പക്ഷേ എന്താ വെച്ചാൽ ഇതിലോട്ട് കയറുമ്പം ആ സീറ്റിൻ്റെ പുതിയ സീറ്റാണ്. ഇതിനൊരു സ്മെല്ല് എനിക്ക് ഭയങ്കര ബാഡായിട്ട് തോന്നുകയാണ്. എനിക്കങ്ങ് വല്ലാതെ തലവേദന എടുക്കുന്നു, മൈഗ്രെയിൻ വരുന്നു. ഞാനത് ഗ്ലാസ് കാത്തിട്ട് തല പുറത്തേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഒരു വിധത്തിൽ പോയി തിരിച്ചു വന്നു. പിന്നെ എവിടെ ഇന്നോവ കണ്ടാലും എനിക്ക് അപ്പം ഛർദ്ദിക്കാൻ വരും. കാരണം എൻ്റെ മനസ്സിലത് അങ്ങനെ കുറേ കാലം ഞാൻ ഇന്നോവയിൽ പിന്നെ കയറത്തില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ശരിക്കും വട്ടാണെന്നല്ലേ. പക്ഷേ ആ സീറ്റിൻ്റെ സ്മെല്ലായിരിക്കാം. ഞാൻ പറഞ്ഞില്ല, എനിക്ക് അങ്ങനെ വലിയ ക്രൈസ് ഒന്നുമില്ല ടൊയോട്ട അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നുമില്ല. എനിക്ക് മാരുതി, ഞാൻ ഹാപ്പിയാണ്. ഇപ്പൊ ജോലി സംബന്ധമായിട്ടുള്ള കുറെ യാത്രകളെ കുറിച്ച് സംസാരിച്ചു. ഇനിയിപ്പോ കുടുംബമായിട്ട് പോകാൻ പറ്റുന്ന അല്ലെങ്കിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ലോങ് ഡ്രൈവിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഈ പിള്ളേരൊക്കെ കാറിൽ ലോങ് ഡ്രൈവിൽ വലിയ പ്രശ്നമാണ്. അതിന് ട്രെയിനോ അങ്ങനത്തെ എന്തെങ്കിലും മാർഗങ്ങളായിരിക്കും. എൻ്റെ ലോങ് ഡ്രൈവിൽ ഞാൻ ഒറ്റയ്ക്കാണ്. എൻ്റെ കംഫർട്ടബിൾ അതാണ്. കാരണം ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ത്രൂ ഔട്ട് ഇരുന്ന് ഓടിച്ചു കളയും. ഞാൻ ത്രൂ ഔട്ട് 4-5 മണിക്കൂറൊക്കെ ഇരുന്ന് ഓടിച്ചു കളയും. പക്ഷെ എൻ്റെ കൂടെ ഉള്ളവർ അത്രത്തോളം നമ്മുടെ വീട്ടിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേനെ വൈഫ് പറയും അടുത്ത ഹോട്ടലിൽ നിർത്താൻ പറയും. അതാണ് അടുത്ത ഹോട്ടലിൽ നിന്ന് പറയും അടുത്ത ഹോട്ടലിൽ പറയും. അങ്ങനെ 1 മണിക്കൂറൊക്കെ ഞാൻ കംപ്ലീറ്റ് ത്രൂ ഔട്ട് യാത്ര പോകും. ഞാൻ എവിടെ ഇപ്പോൾ ചില പറഞ്ഞാൽ പിന്നെ നമ്മുടെ തൃശ്ശൂരിൽ നിന്നൊക്കെ ഒറ്റ ഇരിപ്പിലിങ്ങനെ നാട്ടിൽ വരെ ഓടിച്ചിട്ട് ഇറങ്ങാതൊക്കെ ഇങ്ങനെ വരും. എന്നുവെച്ചാൽ അത്ര ദൂരവും ഇറങ്ങത്തില്ല വണ്ടിയിൽ നിന്ന്, അങ്ങനെ ഓടിച്ചു വരും. പക്ഷേ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ലല്ലോ. നമ്മൾ നമ്മുടെ കംഫർട്ടബിൾ മാത്രം ഒറ്റയ്ക്ക് പോകണേ നമ്മുടെ കംഫർട്ടബിളാണ്. പക്ഷേ മറ്റല്ലാതെ പോകുമ്പം അതുകൊണ്ട് ലോങ് യാത്ര അങ്ങനെ കുഞ്ഞുങ്ങളും എല്ലാവരും കൂടെ ചേർന്ന് കാറിൽ വലിയ പാടാണ് അല്ലേ? ഹരിചേട്ടാ, ഒരു വർഷത്തിൽ എനിക്ക് തോന്നുന്നത് കുറേ സമയമൊക്കെ വിദേശത്ത് തന്നെ ആയിരിക്കില്ലേ പല യാത്രകൾ? നമ്മൾ പലപ്പോഴും വിളിക്കുമ്പോൾ എൻ്റെ അടുത്ത് പോകുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യം ഏതാണ്? ഇഷ്ടപ്പെട്ട രാജ്യം ദുബൈയാണ്. കാരണം അവിടെ എപ്പോഴും ചെല്ലുമ്പോൾ ഒരു പുതുമയാണ് ഈ ദുബൈയിൽ. മാറിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ ബാക്കി ഏത് രാജ്യത്ത് പോയാലും കിട്ടാത്തൊരു കാര്യം നമുക്ക് ദുബൈയിൽ കിട്ടുന്നത്, നമ്മൾ ഇന്ന് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ചെന്നാലും അവിടെ ഒരു പുതുമയാണ്. അവിടുത്തെ റോഡുകൾ നമുക്ക് പുതുമയായിട്ട് തോന്നും, അവിടുത്തെ കെട്ടിടങ്ങൾ നമുക്ക് പുതുമയായിട്ട് തോന്നും, അവിടുത്തെ അറ്റ്മോസ്ഫിയറും അവിടുത്തെ ക്ലൈമറ്റും അവിടുത്തെ മനുഷ്യരും ഒക്കെ നമുക്ക് ഓരോ തവണ ചെല്ലുമ്പോഴും, നമുക്ക് ഒരു സ്ഥലത്ത് ഓരോ തവണ ചെല്ലുമ്പോഴും പിന്നെയും ഒരു കാന്തം നമ്മളെ പിടിച്ചു വലിക്കുന്നത് പോലെ ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് ദുബൈയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദുബൈയിൽ പോകുന്നത്. ഞാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ്. ഇപ്പൊ ദുബൈയിലായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട് ഏറ്റവും കൂടുതൽ പോയിട്ടുണ്ടാവുക. ഇതല്ലാതെ പോയിട്ടുള്ള രാജ്യങ്ങൾ ഏതൊക്കെയായിരിക്കും? തായ്ലൻഡ് പോയിട്ടുണ്ട്, ശ്രീലങ്ക പോയിട്ടുണ്ട്, ഖത്തർ പോയിട്ടുണ്ട്, പിന്നെ ദുബായ്. പിന്നെ ഇപ്പോൾ ഒത്തിരി രാജ്യങ്ങളിൽ നിന്നുള്ള
ചെല്ലാനുള്ള ഇൻവിറ്റേഷൻസ് ഉണ്ട്. ഉം. ഇപ്പം ഞാൻ ലേറ്റസ്റ്റ്ലി ഫുക്കറ്റിലൊരു കാര്യത്തിന് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ആവശ്യത്തിന് പോകാനിരുന്നതാണ്. പക്ഷേ അതൊന്ന് മാറ്റി വെച്ചു. ഉം. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അൻസിൽ എന്നെ മലേഷ്യ കൊണ്ടുപോയി അടങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അതെ, ശരി. സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ പോകും. അടുത്ത ആഴ്ച ആയിരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകായിരുന്നു. കേളുവാ മലേഷ്യയിൽ. അപ്പോൾ ഹാപ്പി ചേളി. താങ്ക് യു സോ മച്ച്. ഡ്രീം ഡെസ്റ്റിനേഷൻ ആയിട്ട് കാണുന്ന ഒരു സ്ഥലം? ഞാൻ ഡ്രീം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ US പോകണമെന്ന് വലിയ ആഗ്രഹമാണ്. അമേരിക്ക. പക്ഷെ എന്നെ 2 പ്രാവശ്യം കളിപ്പിച്ചവർ ആരും അവിടെ ഒരു സംഘടന എനിക്ക് പിന്നെ പേപ്പറൊക്കെ തന്നിട്ട് വർഷങ്ങൾക്ക് മുമ്പ്. അപ്പം ഞാൻ അന്നൊക്കെ അന്ന് അമേരിക്കയിൽ പോകാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അച്ഛനൊക്കെ ഉള്ള സമയത്ത് അച്ഛനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇവിടെ അമേരിക്കയിൽ പോടാന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ പോയപ്പം ഞാൻ കൊണ്ടുപോയ അതേ പേപ്പർ കൊണ്ട് അവിടെ നിന്ന് ക്യൂവിൽ നിന്ന് ഒരുമാതിരിപ്പെട്ടവരുടെ എല്ലാം കയ്യിൽ ആ പേപ്പറായിരുന്നു. പിന്നീട് ഞാൻ ഒരിക്കലും ദുബൈയിൽ ചെന്നപ്പം ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്ന ഒരാൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ അമേരിക്കയിൽ പോകാൻ പോയിട്ട് 2 പ്രാവശ്യം നടന്നില്ലല്ലേ? ഞാൻ പറഞ്ഞില്ല. എങ്ങനെ അറിഞ്ഞെന്ന് ചോദിച്ചു. നിങ്ങൾ ജ്യോത്സ്യം വല്ലതും ആണോ ചോദിച്ചു. അപ്പം അതല്ല, ഈ അമേരിക്കയിൽ ചില ആളുകൾ, ഞാൻ എല്ലാവരും പറയുന്നില്ല, അവിടെ ഈ ജ്യോത്സ്യന്മാരെ കൊണ്ടുപോയിട്ട് അവിടെ ഈ പൂജ അങ്ങനത്തെ പരിപാടി, കല്ല് കച്ചവടം ഒക്കെ ഉണ്ട്. എന്നിട്ട് അതിൽ കിട്ടുന്ന പൈസ അവർക്ക് കമ്മീഷനാണ്. എത്ര കിട്ടിയാലും 50-50. അപ്പം എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ ഞാൻ ഈ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അതിനകത്ത് എനിക്കതങ്ങോട്ട്, കാരണം ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് കൂടുതൽ മേടിച്ചെങ്കിലല്ലേ കമ്മീഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഇഷ്ടമില്ലാത്തത് കൊണ്ടും താല്പര്യമില്ലാത്തത് കൊണ്ടുമാണ് അവർക്കും ജെനുവിനായിട്ട് എന്നെ കൊണ്ടുപോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കതൊരു വാശിയായിട്ട് എൻ്റെ മനസ്സിലുണ്ട്. എന്തെങ്കിലും ഒരിക്കൽ അമേരിക്കയിൽ ഒന്ന് പോകണം എന്നൊരാഗ്രഹമുണ്ട്. ചിലപ്പോൾ നടക്കും, ഭാവിയിൽ നോക്കാം. തീർച്ചയായിട്ടും നടക്കട്ടെ. അപ്പോൾ നമുക്ക് അവസാനത്തെ ചോദ്യത്തിലേക്ക് വരാം. ചേട്ടാ, ഇപ്പം എന്തായാലും കുറച്ച് കഴിയുമ്പോൾ പുതിയൊരു വണ്ടി എടുക്കാൻ ഒരു പ്ലാൻ ഉണ്ട്. പക്ഷേ ഈ വണ്ടി 2,65,000 വരെ കിലോമീറ്ററായി, ഇനി മുമ്പോട്ട് ഇനി ഓടിച്ചുകൊണ്ടിരിക്കാൻ പോവാണ്. അപ്പോൾ ഈ കൊടുത്താൽ എന്തെങ്കിലും വില കിട്ടുമെന്ന് ചിന്തിക്കുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ഇപ്പം ഞാൻ പറയാലോ, ഇപ്പം ഈ വണ്ടി 2019 എടുത്തു, 20, 21, 22 കോവിഡ് വന്നു, പിന്നെ 23, 24 ഇത്രയും കാലയളവിലാണ് ഇത് 2,60,000-65,000 കിലോമീറ്റർ ഇത് ഓടിയത്. ഇത് ഈ ഓടുന്നതിന് മുമ്പ്, അതായത് കുറേ നാൾ മുമ്പ് മുതലേ തന്നെ എന്നോട് പല സുഹൃത്തുക്കളും വർക്ക്ഷോപ്പിലൊക്കെ ഉള്ളവരും ഒക്കെ പറയുന്നുണ്ട്, കിലോമീറ്റർ സൂചി അതെന്തോ ഒരു മീറ്റർ എന്തോ ഒരു സാധനം ഊരി വിട്ടിട്ട് ഓട്, അപ്പം ഇത് നമുക്ക് വിൽക്കുമ്പം കുറച്ചുകൂടെ നല്ലതാണ്. പിന്നെ ഈ അതോറൈസ്ഡ് വർക്ക്ഷോപ്പിലൊന്നും കയറ്റി സർവീസ് ചെയ്യാതിരുന്നാൽ മതി, സർവീസ് ഹിസ്റ്ററി വരത്തില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഞാനത് ചെയ്തില്ല. ചെയ്യാത്തതിൻ്റെ ഒരു കാരണം, ഞാൻ എൻ്റെ മനസ്സിലാക്കൽ എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യൻ്റെയും സ്വപ്നമാണ് ഒരു വാഹനം എന്ന് പറയുന്നത്. ഒരു സൈക്കിൾ എടുക്കുന്നത് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളുടെ ഒരു സ്വപ്നമായിരിക്കും. കാരണം അവരുടെ കുഞ്ഞിലെ മുതൽ നമ്മളൊക്കെ ആഗ്രഹിച്ചിട്ടുള്ളതാണ്. പിന്നീട് ബൈക്ക് എടുക്കുന്നത്, പിന്നീട് കാർ എടുക്കുന്നത്, ഒരുപക്ഷെ ഈ ഷോ കാണിക്കാൻ വേണ്ടി വാഹനം എടുക്കുന്നത് അവർക്കും ചിലപ്പോൾ അവരുടെ ഡ്രീം ആയിരിക്കും, അത് നമുക്കറിയില്ല. പക്ഷെ സാധാരണക്കാരനായിട്ടുള്ള ഓരോരുത്തരും ഓരോ ഇഷ്ടം. ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് ഈ വാഹനം വാങ്ങുന്ന ഒരാൾ, അയാളുടെ സ്വപ്നമായിരിക്കും ഈ വാഹനത്തിലൂടെ സാക്ഷാത്കരിക്കുന്നത്, ഒരു കുടുംബത്തോടൊപ്പം ഒന്നിച്ചു പോകാം എന്നുള്ള സ്വപ്നം. അപ്പം ഞാൻ ഇത്ര കിലോമീറ്റർ ഓടിയ ഞാനത് ഊരിയിട്ടിട്ട് അയാളെ പറ്റിച്ച് വണ്ടി വിറ്റ് ഒരു കബളിപ്പിക്കൽ കാണിക്കുന്നതിനോട് എനിക്കൊട്ടും താല്പര്യമില്ല. ഞാൻ എന്തെങ്കിലും ഈ വണ്ടി വിൽക്കുന്നെങ്കിൽ ഞാൻ ഇത്ര കിലോമീറ്റർ ഓടി എന്നറിഞ്ഞുകൊണ്ട് ഈ വണ്ടി എടുക്കാൻ വരുന്നവർ മാത്രം വന്നാൽ മതി. അങ്ങനെ ഒരാളുടെ സ്വപ്നത്തെ കബളിപ്പിച്ചുകൊണ്ട് കുറച്ച് പൈസ കൂടുതൽ കിട്ടുന്നു എന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ എൻ്റെ പ്രൊഫഷണലിൽ എന്നെ എന്തെല്ലാം തെറി പറയും, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാകും, എൻ്റെ നിലപാടൊന്ന് മാറ്റിയാൽ, എനിക്ക് നിലപാട് മാറ്റിയ ഗുണമാണ്. കാരണം എനിക്ക് പൈസ കൂടുതൽ കിട്ടും. പക്ഷേ അത് ചെയ്യാത്ത ഞാൻ ഈ കാറിൻ്റെ ഒരു മീറ്റർ ഒന്ന് ഊരി വിട്ടിട്ട് കുറച്ച് കിലോമീറ്റർ കുറയുമ്പോൾ കുറച്ച് കൂടുതൽ പൈസ കിട്ടി ഒരാളെ കബളിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതിന് മുതിർന്നിട്ടില്ല. ഇപ്പം ചേട്ടാ, വളരെ രസകരമായിട്ടുള്ള കുറേ സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റി. അത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ വാഹനത്തെ ചുറ്റിപ്പറ്റിയാണ് നമ്മൾ ഇന്റർവ്യൂയിലേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ 2,60,000 എന്ന് പറയുന്നത് ഈ കുറഞ്ഞ കാലയളവിൽ വലിയൊരു ഇതാണ്. അതുപോലെ തന്നെ മാരുതി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ റിലയബിലിറ്റി വീണ്ടും വീണ്ടും കൂടുന്നതായിട്ടാണ് കാണുന്നത്. മൊത്തത്തിൽ പറഞ്ഞു വരുമ്പം ചേട്ടൻ ഈ വാഹനങ്ങൾ കൊണ്ട് ലാഭമേ ഉണ്ടായിട്ടുള്ളൂ, യാത്ര ആണെങ്കിലും ലാഭമേ ഉണ്ടായിട്ടുള്ളൂ. അതെ അതെ അതെ. അപ്പം ശരിക്കും നമുക്ക് ഞാനിത് പറയാൻ കാരണം വെച്ചാൽ നമ്മൾ ഈ 5 വർഷത്തിനിടയിൽ കണ്ടന്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മാരുതിയിൽ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അത്രയ്ക്ക് ഡീഗ്രേഡേഷനാണ്. പക്ഷെ അതിനെ അത്രത്തോളം ഇഷ്ടപ്പെടുകയും അങ്ങനെ കൊണ്ടു നടക്കുകയും അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ തന്നെ അതൊരു വലിയൊരു പാർട്ടായിട്ട് മാറുകയൊക്കെ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ അനുഭവ സാക്ഷ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ധാരാളം ഈ വാഹനങ്ങൾ അല്ലെങ്കിൽ ധാരാളം യാത്രകൾ ചെയ്യാനായിട്ട് പറ്റട്ടെ. അതുപോലെ തന്നെ ധാരാളം പുതിയ വാഹനങ്ങൾ ഹരിച്ചേട്ടൻ്റെ ലൈഫിലേക്ക് വരട്ടെ. പിന്നെ ഇത്രയും സമയം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നൽകിയതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഇങ്ങനെ ഒരു വണ്ടിയെ കുറിച്ച് പറയാനുള്ളൊരു അവസരം തന്നതിൽ ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുന്നു. നിങ്ങൾക്കും കൂടുതൽ നല്ല വണ്ടികളെ പറ്റി പറയാനുള്ള അവസരം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. നാവ് പൊന്നാവട്ടെ.